പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. നമ്മൾ കയ്യിൽ ഫോണ് ഉള്ളവരെന്ന് കരമുയർത്താവോ? ഫോണുള്ളവർ, അല്ലെങ്കിൽ ഫോണ് മുറിയിൽ വെച്ചിട്ട് വന്നവരെന്ന് കരമുയർത്താവോ? മുറിയിൽ, ഫോൺ മുറിയിൽ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. കാരണം അല്ല, നിങ്ങൾക്ക് കുർബാനയിൽ സ്വസ്ഥമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും. കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ബാഗോ ഫോണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോൾ മോഷണം പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇപ്പോൾ നമുക്ക് ആ തരത്തിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാം, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, നിങ്ങൾ വടിയെടുക്കരുത്, സഞ്ചി എടുക്കരുത്, ഇങ്ങനെ പണം കൊണ്ടുപോകരുത്, രണ്ടുടുപ്പെടുക്കുക, ഇങ്ങനെ ചില കാര്യങ്ങൾ എടുക്കരുത് എന്ന് പറയാം. അത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ, നന്നായിട്ട് അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന സമയത്ത് 1 മണിക്കൂർ സമയം കർത്താവിനോട് കൂടെ നന്നായിട്ട് പറ്റി നിന്ന് ഒട്ടിച്ചേർന്ന് ബലിയർപ്പിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കയ്യിലൊന്നുമില്ലെങ്കിൽ, ഫോണൊന്നുമില്ലെങ്കിൽ, ഏകാഗ്രതയോടുകൂടെ കർത്താവിനെ തന്നെ നോക്കിയിരുന്ന് ബലിയർപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ അർപ്പണത്തിൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ ദിവ്യകൽപ്പനകളെല്ലാം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. അങ്ങേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. എസ്രായിയുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സായാഹ്ന ബലിയുടെ സമയത്ത് എസ്ര ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകളുയർത്തി അപേക്ഷിച്ചു. എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുക, അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്നു ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം കേടുപാടുകൾ പോക്കി പണി തീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേൽ മക്കളെ, ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ.
അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങളേത് വീട്ടിൽ പ്രവേശിച്ചാലും അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരായി സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ശ്രവിക്കുമ്പോഴും ശിഷ്യന്മാർ അയക്കുന്ന ഭാഗമാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കാത്തൊരു കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് വേറെ മിഷനാണ്, അത് ശിഷ്യന്മാർക്കുള്ള മിഷനാണ് എന്ന് കരുതും. ഇതിൽ ഒരു വചനമെടുത്ത് അതൊന്ന് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. ലൂക്കായുടെ സുവിശേഷം 9-3 വാക്യം. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. എന്താണ് വടി? വടി പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോഴും അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വടി. നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഈ വടി കയ്യിലെടുത്തു കൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് മോശയോട് ദൈവം പറയുന്ന കാര്യമാണ്. മോശയെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് അയക്കുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് വടി. അത് ദൈവസാന്നിധ്യമാണ്, ദൈവത്തെ തന്നെ കൂടെ കൊടുത്തുവിടുന്നത് പോലെയാണ്. അത് 20-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് 4:20, അത് കൃത്യമായിട്ടത് പറയുന്നുണ്ട്. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു. ദൈവത്തിൻ്റെ വടി അതാണ്. അത് നമുക്കിങ്ങനെ ഈജിപ്തിൽ ഫറവോ അവരെ വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ ഈ വടി കൊണ്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. ഇങ്ങനെ ജലം മുഴുവൻ രക്തം നിറമായി, തവളകൾ, പേനുകൾ, ഇങ്ങനെ വടി ഉയർത്തിയിട്ടാണ്. ചെങ്കടലിനെ പകത്ത് അതിലൂടെ കടന്നുപോയത് വടി ഉയർത്തി കാണിച്ചപ്പോഴാണ്. ഈ വടി ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഇനി പുറപ്പാടിൻ്റെ പുസ്തകം അതിലല്ല 20-ാം സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് ജലം കിട്ടാതെ അവർ വിഷമിക്കുമ്പോഴും ദൈവം മോശയോട് ഒരു കാര്യം പറയും. മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിൻ്റെ വടി കയ്യിലെടുക്കുക. നീയും നിൻ്റെ സഹോദരൻ അഹറോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. വടി കൈ പിടിച്ചിട്ട് പാറയോട് വെള്ളം വരാനായിട്ട് ആജ്ഞാപിക്കുക. അതാണ് ദൈവം പറഞ്ഞത്. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ
കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. ഇത് സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7, 8, 9 വചനങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ഇനി 10-ാമത്തെ വാക്യം, മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? അതൊരു അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ്. കാരണം ദൈവം പറഞ്ഞത് വെള്ളമില്ലാതെ ജനം കഷ്ടപ്പെടുമ്പോൾ വടിയെടുത്ത് വെള്ളം പുറപ്പെടുവിക്കാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കണമോ എന്ന വർത്തമാനം അഹങ്കാരമാണ്. അങ്ങനെ മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. അതായത് വടിയെടുത്ത് പാറയോട് ആജ്ഞാപിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോശ എന്ത് ചെയ്തു? ഒരു അഹങ്കാരത്തിൻ്റെ ഒരു വർത്തമാനം പറയുകയും വടി കൊണ്ട് പാറയിൽ അടിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു അവർക്ക് ഉടനെ തന്നെ ശിക്ഷ കിട്ടി. നിങ്ങൾ ഇവർക്ക് വേണ്ടി ഞാൻ നൽകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയില്ല. ശരിക്കും വടി ദൈവസാന്നിധ്യമാണ്. വടി കയ്യിലെടുത്ത് ആജ്ഞാപിക്കാൻ പറഞ്ഞിട്ട് വടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ എടുത്ത് അടിച്ചിട്ട പോലെ. അങ്ങനെ ഒന്ന് വെറുതെ ചിന്തിച്ച്, ദൈവത്തെ എടുത്ത് അടിച്ച പോലെ അവിടെ അഹങ്കാരമായി, ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത വന്നതുപോലെയായി. അതാണ് വടിയെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ചില ചിന്തകളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കുകയും, വടി എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കൂടെ ഉണ്ട്, നീ നേതാവാകണ്ട, ഞാനാണ് നേതാവ്. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. അതിൻ്റെ 4-ാമത്തെ വചനം, അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്കുറപ്പേകുന്നു. ദൈവമാണ് ഉറപ്പ്. ഇടയൻ്റെ കയ്യിൽ വടിയുണ്ട്, ഇടയൻ്റെ കയ്യിൽ വടി ഉണ്ടാകുമല്ലോ, ആട് വടിയും കൊണ്ട് നടക്കണ്ട. അതാണ് വടി എടുക്കരുത്. നിന്നെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, നീ എന്നെ നിയന്ത്രിക്കണ്ട. നമ്മൾ ചിലപ്പോൾ ഈ നേർച്ചയൊക്കെ നേരുമ്പോഴും അത് കർത്താവിനെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. കാരണം അങ്ങനെ വകഭേദങ്ങളുണ്ട്. നമുക്കങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കർത്താവിനെ നിയന്ത്രിക്കുന്നവരാ. ഇല്ലേ? ഫുൾ A+ മേടിക്കാം സൈക്കിൾ വാങ്ങിച്ച് തന്നാൽ, അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ മുട്ടിന് ഇറങ്ങിക്കോളാം. പക്ഷെ ഒടേ തമ്പുരാൻ നമ്മളോടൊരു കണ്ടീഷനും വെച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം, മേരിക്കുട്ടി ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, നീ എനിക്ക് ഇന്നത് ചെയ്തു തരുമോ? അങ്ങനെ ഈശോ പറഞ്ഞോ? അങ്ങനെ ഈശോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒടേ തമ്പുരാൻ ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല. പക്ഷെ നമ്മളെ മനുഷ്യർ അങ്ങോട്ട് കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. ഒരു വിധത്തിൽ നേർച്ചകളെല്ലാം കണ്ടീഷൻസാണ്. ഞാൻ അങ്ങനെ ചെയ്തോളാം, എനിക്ക് പക്ഷെ ഇങ്ങനെ ചെയ്തു തരണം എന്ന് പറയുന്നത്. അതാണ്. അപ്പം നമ്മൾ ആരായി? നമ്മൾ വടിയും കൊണ്ട് നടക്കുന്ന നേതാക്കന്മാരെ പോലെയായി. അതാണ് വടി കയ്യിലെടുക്കരുത്. അതൊന്ന് ധ്യാനിക്കണം. നമ്മളെ കർത്താവ് ഭരിക്കട്ടെ. കുടുംബ പ്രതിഷ്ഠാജപം ചെല്ലുമ്പോൾ, കർത്താവേ ഈ ഭവനത്തിൽ അങ്ങ് രാജാവായി വാഴണമേ, അങ്ങാണ് രാജാവ്, ഞാനല്ല, അങ്ങ് എൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ. അതാണ് കുടുംബ പ്രതിഷ്ഠാജപം. അതൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേ സമർപ്പണം നമ്മൾ വാക്കുകൊണ്ട് മാത്രം, പ്രവൃത്തിയിൽ സമർപ്പണമില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി അങ്ങനെ അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് 9-ാം അധ്യായം 6-ാം വാക്യം, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. നിങ്ങൾക്കൊരു ശിശു ജനിക്കും, ദൈവപുത്രൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണത്. അപ്പോൾ ദൈവസാന്നിധ്യമാണ് വടി, ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണല്ലോ മർത്തായിയുടെ സുവിശേഷം 1-23-ാം വാക്യം, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. നമ്മോട് കൂടെയുള്ള ദൈവത്തെ നമ്മൾ നിയന്ത്രിക്കണ്ട, നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളാകണം. അതാണ് വടിയെടുക്കരുത്. ഇനി സഞ്ചിയിൽ പലതൊക്കെ ഉണ്ടാകാം. ഇനി പണവും കൂടി അങ്ങനെ കൂട്ടിച്ചേർത്ത് സഞ്ചിയോ പണമോ അപ്പമോ ഒന്നും എടുക്കരുത്. അപ്പം പണം ഇത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം
ലാസറിൻ്റെ സഹോദരി മറിയം വന്നിട്ട് ഈശോയുടെ കാല് കഴുകും, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശി തലമുടി കൊണ്ട് തുടച്ച്. ഈ സംഭവം ഇത് നമ്മുടെ യൂദാസ് കറിയോത്ത നല്ലൊരു കമൻറ്റ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. ഈ പണം ഇതിനുള്ള 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ല. ഇത് പറയുന്നത് നമ്മുടെ യൂദാസ് കറിയോത്തയാണ്. യൂദാസ് കറിയോത്തയെക്കുറിച്ച് അവിടെ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് യോഹന്നാൻ 12:4-6 അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവൻ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണമോ സഞ്ചിയോ എടുക്കരുത്, പണസഞ്ചി അവൻ്റെ കയ്യിൽ ആയിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് യൂദാസിന് അക്കടി പറ്റിയത്. യൂദാസ് ഇതൊക്കെ എടുക്കരുതെന്നല്ലേ പറഞ്ഞത്, പക്ഷെ സിംബോളിക്കായിട്ട് ചിന്തിച്ച് യൂദാസ് ചില കാര്യങ്ങളെ കൂടെ എൻ്റർടൈൻ ചെയ്തു. അനാവശ്യമായ കമൻറ്റുകൾ പറഞ്ഞു. അത് തന്നെ അവൻ്റെ വ്യക്തിത്വം അവൻ വെളിപ്പെടുത്തി. പലർക്കും മനസ്സിലായി അവൻ കള്ളനാണെന്ന്. അപ്പോൾ അത് മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് 26-ാമത്തെ അധ്യായത്തിലാണ്. നമ്മളിങ്ങനെ ഈശോയുടെ കൂടെ ഇരിക്കുക, അവരെല്ലാവരും 12 പേരും ഈശോയുടെ കൂടെ ഇരിക്കുകയാണ്. എന്നിട്ട് യൂദാസ് മാത്രം, ഈശോയെ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് യൂദാസ് പോയിട്ട് ചെയ്തെന്താണെന്നറിയോ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യത്തിൽ 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പണസഞ്ചി നിറക്കാൻ നോക്കി. 30 വെള്ളി നാണയങ്ങൾ, പണമോ സഞ്ചിയോ എടുക്കരുത്. സിംബോളിക്കാണിത്. കർത്താവിനെ ഒറ്റിക്കൊടുത്തത് കണ്ടോ, സിമ്പിളായിട്ട്. എന്നിട്ട് അവൻ വീണ്ടും വന്ന് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് അപ്പം ഭക്ഷിച്ചു. ഈ ഇടപാടെല്ലാം ചെയ്തിട്ട് നമ്മളും പലപ്പോഴും അങ്ങനെ കർത്താവിനെ കണ്ടീഷൻ വെച്ചിട്ട്, കർത്താവിനെ നമ്മുടെ വരുതിയിലാക്കി വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പണമോ സഞ്ചിയോ എടുക്കരുത്. 27-ാമത്തെ അധ്യായം അതിൽ 4-ാമത്തെ വാക്യത്തിൽ അവൻ ഒറ്റിക്കൊടുത്ത യൂദാസ്, 3-ാമത്തെ പദ്യം 27:3, അവൻ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. അവൻ പണസഞ്ചി അപ്പോൾ ഉപേക്ഷിച്ചു, പക്ഷേ സമയം വൈകിപ്പോയി. പണസഞ്ചിയും കൊണ്ട് നടന്ന് അവസാനം പണസഞ്ചി ഉപേക്ഷിച്ചു, പക്ഷെ സമയം വൈകിപ്പോയി. അതാണ് പണം. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇത് അതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. പണസഞ്ചിയുടെ ഒരു വകഭേദമാണ് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ല, മദ്യം കഴിക്കല്ലടോ, കുടിക്കല്ലടോ, തനിക്ക് വല്ല ലിവർ സിറോസിസ് വന്ന് ചത്തുപോയാൽ ഞാൻ ഒറ്റക്കായി പോകടോ. അപ്പം ധിക്കാരം പറഞ്ഞു, നിനക്ക് നിൻ്റെ മക്കൾ നോക്കും, 5 വർഷം ജീവിച്ചോളൂ, 5 വർഷം മരിച്ചുപോയി. ഇപ്പോൾ ആ സ്ത്രീ ഒറ്റക്കായിട്ട്, അവർക്ക് ഒറ്റക്ക് ഒരു റൂമിലാകുമ്പോൾ മക്കൾക്ക് കുടുംബമൊക്കെ ആയി, എനിക്കാരുമില്ല, എൻ്റെ ജീവിത പങ്കാളി പോയി, ചെറിയ പ്രായം, കെണി പോലെ പെട്ടെന്ന് വരും. അപ്പോൾ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പണസഞ്ചി ഉപേക്ഷിച്ചപ്പോൾ എല്ലാം വൈകിപ്പോയി. പണസഞ്ചിയും കൊണ്ട് നടന്നു, മദ്യമെന്ന പണസഞ്ചിയും കൊണ്ട് നടന്നു, എല്ലാം വൈകിപ്പോയി. അതാണ് നമ്മൾ അത് ചിന്തിക്കണം. ഇനി ധൂർത്തപുത്രൻ സ്വത്തും വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ? ധൂർത്തപുത്രൻ സ്വത്തും വാങ്ങിച്ചുകൊണ്ട് പോയി. അവന് ആ പണം മതിയായിരുന്നു, അപ്പനെ വേണ്ടായിരുന്നു, അപ്പനായിരുന്നു സ്വത്ത്, അപ്പനെ വേണ്ടായിരുന്നു. ഒരുവൻ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നല്ലോ, എന്താണ് ദൈവത്തെ കൽപ്പനകൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനോട് പറയും, നിനക്കൊരു കുറവുണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 19, 21, 22, 23 വാക്യങ്ങളാണ്.
നിനക്കൊരു കുറവുണ്ട്, നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പക്ഷെ അവൻ അത് കേട്ടിട്ട് വിഷാദിച്ച് തിരിച്ചുപോയി. കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, അവന് മാറ്റാൻ പറ്റണില്ല. അതിനെ തുടർന്ന് പറയുന്ന വചനമാണ് മർക്കോസ് 10:23, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. പണസഞ്ചിയുമായിട്ട് നടക്കുന്നത് അത് സിംബോളിക്കാണ്. ചില മാറ്റാൻ പറ്റാത്ത ദുശീലങ്ങളുമായിട്ട് നടക്കുന്നവർ അവർ രക്ഷപ്പെടുക പ്രയാസമാണ്. വിവാഹ ഉടമ്പടി ഉണ്ട്, പക്ഷേ വിവാഹേതര ബന്ധം അതുമായിട്ട് നടക്കുന്നവർ രക്ഷപ്പെടാൻ പ്രയാസമാണ്. പണസഞ്ചി ഉപേക്ഷിക്കുക. അങ്ങനെ പന്നിക്കൂട്ടി കിടക്കുമ്പോൾ അവന് മനസ്സിലായി എല്ലാം പോയി. തവിട് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായി എൻ്റെ വീട്ടിലെ അപ്പൻ എൻ്റെ സ്വത്താണെന്ന് മനസ്സിലായി. അതാണ് ദൈവം സ്വത്താകാൻ വേണ്ടിയിട്ടാണ് പണം സഞ്ചിയൊന്നും എടുക്കരുതെന്ന് പറഞ്ഞത്. വടി നിന്റെ കൂടെ ദൈവമായ പുതിയ നിയമത്തിലെ, പഴയ നിയമത്തിൽ വടി ദൈവസാന്നിധ്യമായിട്ട് കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന ദൈവസാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. നീ വടിയെടുക്കണ്ട, നിന്റെ സ്വത്ത് ദൈവമാണ്. നീ പണവും സഞ്ചിയും കൊണ്ട് നടക്കണ്ട, നീ ദൈവത്തെ കൊണ്ട് നടക്കുക. അതാണ് അപ്പം എടുക്കരുത്. അങ്ങനെ വിശന്ന് വലഞ്ഞപ്പോൾ അത് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനാണ് ദൈവമെന്ന്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. അത് പിന്നീട് അവർ പറയും, വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അത് സംഖ്യാപുസ്തകം 21-ാം വാക്യമാണ്. അങ്ങനെ തിന്ന് അവർ മടുത്തു. കൂടെ നടന്ന ദൈവത്തെ അവർ മടുത്തു. പുതിയ നിയമത്തിൽ ഈശോ പറയാണ്, ഞാനാണ് ജീവനുള്ള അപ്പം. അപ്പം നിങ്ങൾ വേറെ അപ്പം കൊണ്ട് നടക്കണ്ട, നിങ്ങൾ എന്നെ കൊണ്ട് നടക്ക്. പരിശുദ്ധ കുർബാന കൊണ്ട് നടക്ക്. നിങ്ങൾ വേറെ അപ്പം കൊണ്ട് നടക്കണ്ട, നിങ്ങൾ എന്നെയും കൊണ്ട് നടക്ക്. അതാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങൾ നിത്യം ജീവിക്കും. നമുക്ക് ഈ അപ്പം വേണ്ട. ഇന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇൻട്രൊഡക്ഷൻ പറയാൻ തുടങ്ങിയപ്പോൾ കുറേ പേര് അങ്ങ് ഇരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇരുന്നത്? നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ? കാലുവേദനയാണോ? കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ മറിയം നിന്ന നിപ്പ് നിങ്ങൾക്കറിയാവോ? കുരിശിൻ ചുവട്ടിൽ നിന്ന നിപ്പ്, പരിശുദ്ധ മറിയം നിന്ന നിപ്പ്, സ്റ്റാൻഡിങ് മേരി വാസ് സ്റ്റാൻഡിങ്. സ്റ്റാബാത്ത് മാതർ ഡോളോറോസ, കരയുന്ന അമ്മ നിൽക്കുകയായിരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെപ്പോലെ നിൽക്കണം. മനസ്സോട് ചേർന്ന് നിൽപ്പാണത്. അതാണ് സ്വത്തിന് കിട്ടിയ വരം. ധൂർത്തപുത്രന് പിന്നെ മനസ്സിലായി പിതാവാണ് എൻ്റെ സ്വത്തെന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് തുടക്കം തന്നെ മനസ്സിലായി ഇതാണ് എൻ്റെ സ്വത്തെന്ന്. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. നിന്റെ വാക്ക് എന്നെ നിറവേറ്റ. ലൂക്ക 1:38. ഇതാണ് എൻ്റെ സ്വത്തെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ലൂക്ക 1:53 പരിശുദ്ധ മറിയം പാടി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. ഈ അപ്പത്തിന് വേണ്ടി വിശക്കുന്നവരെ മാത്രമേ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കൂ. നമ്മൾ വേറെ അപ്പം കൊണ്ട് അടക്കിയല്ലേ. ഈ അപ്പം, ജീവനുള്ള അപ്പം, ഇതിനു വേണ്ടി വിശക്കാതെ വെറുതെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ കാണുമെന്ന് കരുതിയല്ലേ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. നീ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വിശന്നിട്ടാണോ? എനിക്കെൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ വേണം കർത്താവേ, എനിക്ക് വേറെ ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞിട്ടാണോ നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? നീ ഇങ്ങനെ വിശക്കാതെ എത്ര നാൾ ഇങ്ങനെ പരിശുദ്ധ അപ്പം ഭക്ഷിച്ചുകൊണ്ട് നടക്കും? നീ ആഗ്രഹിച്ച് എനിക്കെൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അപ്പം നിനക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. അതാണ് വേറെ അപ്പം നീ കൊണ്ട് നടക്കണ്ട. നിന്റെ ജീവനുള്ള അപ്പം നിന്നോട് കൂടെ ഉണ്ട്, പരിശുദ്ധ കുർബാനയായി. ഇനി എന്താ പറഞ്ഞത്? 2 വസ്ത്രങ്ങൾ എടുക്കരുത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അത് 3-ാമത്തെ അധ്യായമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 27-ാം വാക്യം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മാമോദീസ വഴി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വെള്ളവസ്ത്രം അത് ക്രിസ്തുവിനെ ധരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. മരണസമയത്ത് ഒരു വെള്ളത്തുണി നെഞ്ചിൽ വിരിച്ചിട്ട് പറയില്ലേ, നിനക്ക് തന്ന വസ്ത്രം നീ കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു. നിനക്ക് 2 വസ്ത്രം കൊണ്ട് നടന്നാൽ നീ ക്രിസ്തുവുമുണ്ട്, വേറൊരു വസ്ത്രം കൂടിയുണ്ട്. നീ ക്രിസ്തുവിനെ മാത്രം ധരിക്കുക. നീ 2 ഉടുപ്പെടുക്കരുത്. നീ സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ നീ 2 ഉടുപ്പ് കൊണ്ട് നടക്കരുത്. നീ ക്രിസ്തുവിനെ മാത്രം കൊണ്ട് നടക്കുക.
ക്രിസ്തുവിനെ ഒപ്പം കൊണ്ടു നടക്കും. അതാണ് സങ്കീർത്തനം 91 വീട്ടിൽ പ്രാർത്ഥിക്കുന്നില്ലേ? 14-ാമത്തെ വചനം എന്താണെന്നറിയാവോ? അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനൊരു വസ്ത്രം പോലെ, ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞതുപോലെ ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതുപോലെ നിന്ന് നോക്ക്. അതാണ് വടിയെടുക്കണ്ട, നിന്റെ കൂടെ വടിയായ ദൈവം ഇങ്ങനെ വടി പോലെ ആധിപത്യം അവൻ്റെ ചുമലിലാണ്, ഇങ്ങനെ കൂടെ ഉണ്ട്. നിന്റെ പണം, സ്വത്ത് വേറൊന്നും ആകരുത്, ദൈവമാകട്ടെ. നിന്റെ അപ്പം, ജീവനുള്ള അപ്പം നിന്റെ കൂടെ ഉണ്ട്. നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ് നീ കൊണ്ടു നടക്കുക. വേറെ വസ്ത്രമൊന്നും നീ അണിയാൻ പോകണ്ട. നിന്നെ പകുത്തു നീയൂട്ടി അന്ത് നോവേറ്റെന്നെ സ്വന്തമാക്കി. നിന്നെ പകുത്തു നീ ഊട്ടി അന്ന് നോവേറ്റെന്നെ സ്വന്തമാക്കി. ഒപ്പമുള്ള ദൈവമേ, അപ്പമായ സ്നേഹമേ, ഒപ്പമുള്ള ദൈവമേ, അപ്പമായ സ്നേഹമേ, ഓരോ നാളും കൈവിടാത്തൻ ദൈവമേ, നിന്നിലൻ ആശ്രയം. പരിശുദ്ധമ്മ തുടക്കം തന്നെ കണ്ടുപിടിച്ചു, ഇതാണ് എൻ്റെ സ്വത്ത്. നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നതുപോലെ നമുക്ക് കിട്ടിയ മാമോദീസയിലൂടെ, കൂദാശകളിലൂടെ ഒക്കെ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കാൻ, അതൊരു ശക്തിയായി കൂടെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധമ്മേ ഞങ്ങളെയും സഹായിക്കണമേ, പ്രാർത്ഥിക്കണമേ. ആമേൻ. അപ്പവും വീഞ്ഞും അൾത്താരയിൽ നൽകാൻ കർത്താവേ എങ്ങളിൽ നാം വരുന്നു. ആനന്ദത്തോടിത സ്വീകരിച്ചോടി ആശീർവദിക്കും തമ്പുരാനേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിന്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. വിശ്വാസത്തിന്റെ ഭക്തിയാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.
ആകുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമഴയും വിണ്ടലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും എല്ലാ വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശിയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ